പ്രവാസികളുടെ നിക്ഷേപത്തിന് സർക്കാർ പൂർണ്ണ ഗ്യാരണ്ടി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിനെ പൂർണ്ണമായും വിശ്വസിച്ച് കേരളത്തിൽ നിക്ഷേപം നടത്താം. ഇതിനായി പ്രവാസി മലയാളി നിക്ഷേപ സഹായ സെൽ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുബായിൽ സ്മാർട്ട് സിറ്റി സംഘടിപ്പിച്ച ബിസിനസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളുമായി ജമാൽ ചേരുന്നു. ജമാൽ, എന്തായാലും മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തോടു കൂടി പ്രവാസികളുടെ നിക്ഷേപത്തിന് പൂർണ്ണ ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രവാസ സമൂഹത്തിന് വേണ്ടി മുഖ്യമന്ത്രി ദുബായിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ? ചർച്ചകൾ ഏതൊക്കെ തലത്തിൽ മുന്നോട്ട് പോകുന്നു? പ്രജേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവാസികളുടെ നിക്ഷേപത്തിന് പൂർണ്ണ ഗ്യാരണ്ടി ഉറപ്പ് നൽകിയത് പ്രവാസികൾക്ക് തീർച്ചയായും ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. സർക്കാരിനെ പൂർണ്ണമായി വിശ്വസിച്ച് പ്രവാസികൾക്ക് കേരളത്തിൽ നിക്ഷേപം നടത്താം എന്നാണ് മുഖ്യമന്ത്രി ഇവർക്ക് ഉറപ്പ് നൽകിയത്. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. പ്രവാസികളുടെ സംരംഭത്തിന് സഹായിക്കുന്നതിനായി പ്രവാസി മലയാളി നിക്ഷേപ സഹായ സെൽ രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ പ്രവാസി നിക്ഷേപത്തിനുള്ള പ്രത്യേക സംവിധാനം ഒരുക്കും. ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് ബന്ധപ്പെടാനുള്ള സംവിധാനവും ഇവിടെ ഒരുക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ പ്രവാസി മലയാളികൾ പ്രത്യേകിച്ച് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ വ്യവസായം തുടങ്ങുന്നതിനുള്ള കാലതാമസമാണ്. അപേക്ഷകളുടെയും രേഖകളുടെയും കാലതാമസം ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഏകജാല സംവിധാനം കാര്യക്ഷമമാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രവാസികൾക്ക് ഉറപ്പു നൽകി. പരമ്പരാഗത രീതികളിൽ മാറ്റം വരുത്തും. നിയമങ്ങൾ ലഘൂകരിക്കാൻ ശ്രമിക്കും. ഒപ്പം തന്നെ വ്യവസായ സംരംഭങ്ങൾക്ക് അപേക്ഷ നൽകാനും ക്ലിയറൻസ് നൽകാനും ഓൺലൈൻ വഴി സംവിധാനം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പ്രവാസികളോട് പറഞ്ഞു. ഒരു പുതിയ വ്യവസായ സംസ്കാരം തന്നെ കേരളത്തിൽ കെട്ടിപ്പടുക്കുന്നതിന് പ്രവാസികളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമങ്ങൾ ലഘൂകരിക്കും. ഒപ്പം തന്നെ വ്യവസായങ്ങൾക്ക് ഭൂമി അനുവദിക്കുന്നത് സുതാര്യമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏറെ ശ്രദ്ധേയമായ ഒരു മീറ്റിംഗ് തന്നെയായിരുന്നു ഇന്ന് ദുബായിൽ സ്മാർട്ട് സിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ബിസിനസ് മീറ്റ്. ജമാൽ ദുബായിൽ നിന്നും വിശദാംശങ്ങൾ നൽകി.